സ്മാർട്ട് വാച്ചസ് എന്നുള്ളൊരു പ്രോഡക്റ്റ് സെഗ്മെൻറ്റ് ലോഞ്ച് ആയ സമയങ്ങളിൽ അധികം ഡിമാൻഡ് ഇല്ലായിരുന്നെങ്കിലും ഇപ്പോഴത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഒരു സ്മാർട്ട് വാച്ച് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റായ ഒരു സ്മാർട്ട് വാച്ച് ഏതാണെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പം സെയിൽസ് ഫിഗറും എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നോക്കാൻ നേരത്ത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ആപ്പിൾ വാച്ച് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ആപ്പിൾ വാച്ചിൻ്റെ സീരീസ് 5 ആണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ ആപ്പിൾ വാച്ച് സീരീസ് 5ൻ്റെ 2020 ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പോൾ ഇതാണ് ആപ്പിൾ വാച്ച് സീരീസ് 5. ഇന്ത്യയിലുള്ള ഈ ആപ്പിൾ വാച്ച് സീരീസ് 5 എന്ന് പറയുന്നത് ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഫിനിഷ് അനുസരിച്ചാണ് ഇതിൻ്റെ വേരിയൻ്റെ കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ളത് അലുമിനിയം കേസിംഗ് ഉള്ളതാണ്. അതല്ലാതെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉള്ളതിന് പോകാം, അല്ലെങ്കിൽ നമുക്ക് ടൈറ്റേനിയം ഉണ്ട്, അതല്ലെങ്കിൽ സെറാമിക് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസ് വേരിയൻറ്റ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന് 2 സൈസ് വരുന്നുണ്ട്. ഇത് 44mm ആണ്, ഡിസ്പ്ലേ വെച്ചാണ് അവർ പറയുന്നത്. അതല്ലാതെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40mm ആണ്. 40mm കുറച്ചും കൂടെ ചെറുതാണ്. ഇവിടെ ഈ 2 സൈസും അടുത്തടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അതുകൊണ്ട് 2 സൈസ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കൈക്ക് ഏതാണ് ഇണങ്ങുന്നത് അത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ കേസിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അതിനകത്ത് വരുന്ന ഡിസ്പ്ലേ ഗ്ലാസ് എന്ന് പറയുന്നത് അയൺ സ്ട്രെങ്തൻ ഗ്ലാസ് ആണ്. ഇപ്പോൾ ഗൊറില്ല ഗ്ലാസ് എന്നൊക്കെ ഒരു ഗ്ലാസ് ആണ്. സ്ക്രാച്ച് ഒന്നും അധികം വീഴത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്ക്രീൻ ഗാർഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു വാച്ച് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് 8 മാസത്തിന് മുകളിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാച്ചാണ്. എന്നിട്ട് പോലും ഇതിൻ്റെ കേസിങ് നോക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ചില സ്ക്രാച്ചസ് ഉണ്ടെന്നല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പെർഫെക്റ്റായ ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വാച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഗ്ലാസും ഈ കേസിങ് തമ്മിൽ ഒരു ഗ്യാപ്പോ അങ്ങനെയൊന്നുമില്ല. അത് മാത്രമല്ല ഈ വാച്ച് തിരിച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാൻ നേരത്ത് ഇപ്പോൾ നമ്മൾ ഈ വർഷം നമ്മൾ ഏത് വാച്ച് എടുത്താലും ഇതൊരു സെറാമിക് ബാക്കാണ് വരുന്നത്. അത് മാത്രമല്ല ഇവിടെയാണ് ഈ വാച്ചിൻ്റെ എല്ലാ സെൻസേഴ്സും വരുന്നത്. ഇപ്പോൾ ഹാർട്ട് റേറ്റ് സെൻസറും അങ്ങനത്തെ സെൻസേഴ്സ് എല്ലാം ഇവിടെയാണ് വരുന്നത്. അത് ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാഗ്നറ്റിക് ചാർജർ വാച്ചിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് അങ്ങ് വെച്ചാൽ മതി. ഇപ്പോൾ വയർലെസ് ചാർജിങ് കണക്കാണ്. 0% ഫുൾ ചാർജ് ആവണമെങ്കിൽ ഏതാണ്ട് ഒരു മണിക്കൂർ സമയം എടുക്കുകയും ചെയ്യും. അത് ഇവിടെ സെറാമിക് ബാക്ക് വന്നേക്കുന്നുണ്ട് തന്നെ ഈ ചാർജർ വെക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ സ്ക്രാച്ച് ഒന്നും ആവുന്നില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന വേറെ അഡ്വാൻറ്റേജും കൂടിയാണ്. ഇനി വാച്ചായിട്ട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ ഒരു ടച്ച് സ്ക്രീനാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ രീതി തന്നെ ഇൻട്രാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ 2 ബട്ടൺ വരുന്നുണ്ട്. അതിൽ ഈ സർക്കിൾ ഷേപ്പ് ചെയ്യുന്ന ബട്ടൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്രൗൺ ആണ്. ഇത് നമ്മളെ പണ്ടത്തെ വാച്ചിലുള്ള ക്രൗൺ കണക്ക് തന്നെയാണ്. ഇത് നമുക്ക് കറക്കാൻ പറ്റും. അത് കൂടാതെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു ബട്ടനായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഈ ഡിജിറ്റൽ ക്രൗൺ വർക്ക് ചെയ്യുന്നത് ഒരു ഹോം ബട്ടൺ അല്ലെങ്കിൽ ഒരു ബാക്ക് ബട്ടൺ പോലെയാണ്. നമ്മളിപ്പോൾ ഏതൊരു ആപ്പിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ആ ആപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് പോകണമെങ്കിൽ, ഇവിടുത്തെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ വാച്ച് ഫേസ് ആണ്, അങ്ങോട്ട് പോകണമെങ്കിലും ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടൈമർ സെറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു അലാറം സെറ്റ് ചെയ്യണമെങ്കിലോ അതിനകത്തൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രിസൈസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് വേണ്ടി നമുക്ക് ഈ ഡിജിറ്റൽ ക്രൗൺ ഉപയോഗിക്കാം. അത് കറക്റ്റ് ചെയ്യാൻ മതി. ആ സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ അടുത്തുള്ള ബട്ടൺ എന്ന് പറഞ്ഞാൽ സൈഡ് ബട്ടൺ ആണ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടി ടാസ്കിംഗ് മെനു കയറണമെങ്കിൽ അല്ലെങ്കിൽ ഈ വാച്ച് ഓഫ് ചെയ്യണമെങ്കിൽ ഈ ബട്ടണാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മുമ്പേ നോക്കി ഡിജിറ്റൽ ക്രൗൺ വെച്ച് നമുക്ക് വേറെ ഉപയോഗങ്ങളുണ്ട്. അതായത് ആപ്പിളിൻ്റെ വോയിസ് അസിസ്റ്റൻ്റ് ആയ സിരി നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെയാണ്. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ വാച്ച് ബാൻഡ് ആണ്. നമ്മൾ ഈ വാച്ച് വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടുതൽ വാച്ച് ബാൻഡ് വരും. അത് കൂടാതെ നമുക്ക് തേർഡ് പാർട്ടി ബാൻഡ്സും കിട്ടും. അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ബാൻഡ് തന്നെ വാങ്ങിക്കാം. അത് നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷേ തേർഡ് പാർട്ടി ബാൻഡിന് നല്ല വിലക്കുറവ് കിട്ടും. അത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് ആമസോൺ അങ്ങനത്തെ സൈഡിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ വാച്ച് ബാൻഡിൻ്റെ പ്രത്യേകതയും പറഞ്ഞില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇളക്കാൻ പറ്റും. ഈ കാണുന്ന ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ബാൻഡ് ഒന്ന് സൈഡിലേക്ക് ആയി കഴിഞ്ഞാൽ അത് ഇളകി വരും. അതുപോലെ തന്നെ ഇടണമെങ്കിൽ തന്നെ ഒന്നിലും ഞെക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് അങ്ങ് സ്വൈപ്പ് ചെയ്താൽ കിട്ടാൽ മതി, അകത്തേക്ക് വീഴുകയും ചെയ്യും. വളരെ സിമ്പിളായ ഒരു മെക്കാനിസം ആണ്, പക്ഷേ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ബട്ടൺസിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഈ 8 മാസത്തിന് ഉപയോഗത്തിന് ശേഷം പോലും ഈ ബട്ടൺസിനകത്ത് ഒരു പ്രശ്നം വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ലൂസ് ആവുകയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും, അതായത് ഈ ആപ്പിൾ വാച്ച് സീരീസ് 5ൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയാൻ നേരത്ത് വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ സാധാരണ വാച്ചിൽ കാണുന്ന ഒരു സർക്കിൾ ഷേപ്പ് അല്ല, അതിന് പകരം ഒരു കർവ്ഡ് റെക്ടാങ്കിൾ ഷേപ്പാണ്. എന്നാൽ പോലും ഈ ഡിസൈൻ നമ്മൾ ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു ആദ്യം ഈ വാച്ച് കണ്ടപ്പോൾ ഒരുപാട് പേർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ക്രിറ്റിസിസം പറയാനുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ ആ ഒരു രീതി മാറി. എന്നിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും തുടങ്ങി ഡിസൈൻ. അതും ആപ്പിൾ വാച്ചിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒറിജിനൽ ആപ്പിൾ വാച്ച് എടുക്കാൻ നേരത്ത് അത് കുറച്ചുകൂടെ കനം കൂടിയൊരു വാച്ച് ആയിരുന്നു. അതിൽ നിന്ന് കനം കുറച്ചിട്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ സൈസ് കൂട്ടിയാണ് സീരീസ് 4 ആപ്പിൾ വാച്ച് വന്നത്. അപ്പോൾ അതേ ഡിസൈൻ തന്നെയാണ് സീരീസ് 5 ആപ്പിൾ വാച്ചിനും ഉള്ളത്. അപ്പോൾ ഈ സീരീസ് 5ൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ചെയ്തൊരു ഡിസൈനാണ്. അത് കാണുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ റിസ്റ്റിൽ ഇടാൻ നേരത്തും നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും പറ്റി ഒരു കംപ്ലയിൻസും പറയാനില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും തന്നെയാണ് ഈ ആപ്പിൾ വാച്ച് സീരീസ് 5 ഇനി അടുത്തത് ഇതിൻ്റെ മെയിൻ ഇൻട്രാക്ഷൻ പോർഷനായ സ്ക്രീനിലേക്ക് പോകാം, അതായത് ഡിസ്പ്ലേ. ഇവിടെ ഉപയോഗിച്ചിരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു AMOLED ഡിസ്പ്ലേ ആണ്. അതും ഈ ഡിസ്പ്ലേയിൽ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു LTPO ഡിസ്പ്ലേ ആണ്. അപ്പോൾ LTPO എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ടെമ്പറേച്ചർ പോളിസിലിക്കൺ ഓക്സൈഡ് ഡിസ്പ്ലേ എന്ന് പറയും. അപ്പോൾ ഈ ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഈ വാച്ച് ഉപയോഗിക്കാൻ നേരത്ത് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ 60 Hz ആണ്. പക്ഷേ ഇപ്പം നമുക്ക് പവർ കൺസ്യൂം ചെയ്യാത്ത എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുവാണെങ്കിൽ, വളരെ മൂവ്മെൻറ്റ്സ് ഒന്നും വേണ്ടാത്തൊരു ടാസ്ക് ആണെങ്കിൽ ആ സമയത്ത് ഈ ഡിസ്പ്ലേക്കകത്ത് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ഇത് 1 Hz കൊണ്ടുവരും. അപ്പോൾ അങ്ങനത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം എപ്പോഴും വാച്ചിൽ കാണിക്കുക ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്.
അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചർ ഈ ആപ്പിൾ വാച്ച് സീരീസ് 5 ഉണ്ട്. അപ്പോൾ അങ്ങനെ സമയം കാണിക്കുന്ന സമയത്ത് നമുക്ക് ആ മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡ് മാത്രം കാണിച്ചാൽ മതി. അതിൽ 1 മിനിറ്റ് കൂടുമ്പോൾ മാത്രമേ ഒരു മൂവ്മെന്റ് ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട്, അതായത് ഈ LTPO ഡിസ്പ്ലേ എന്നുള്ള ടെക്നോളജി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ആപ്പിൾ വാച്ച് സീരീസ് 5 ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കിട്ടുന്നത്. ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഫീച്ചറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സമയം കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ വാച്ച് ഒന്ന് തിരിച്ചു നോക്കണം സമയം കാണാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വരത്തില്ല. എപ്പോഴും ഒരു ഡിം സ്റ്റേറ്റിനകത്ത് ആ സമയം അതിൽ കാണിച്ചുകൊണ്ടിരിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. ഞാൻ പഴയ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുള്ളതുകൊണ്ട് പറയുവാണ്, ഇങ്ങനൊരു ഫീച്ചർ വന്നതോടുകൂടി തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് എപ്പോഴും സമയം കാണാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. പിന്നെ ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയ ക്വാളിറ്റിയാണ്. കളേഴ്സ് എല്ലാം നല്ല ഷാർപ്പാണ്. പിന്നെ AMOLED ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് എടുക്കാൻ നേരത്ത് ആ ഡിസ്പ്ലേയുടെ ബോർഡറുമായിട്ട് നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്രൈറ്റ് ആവും. അപ്പോൾ നമ്മൾ നല്ല വെയിലുള്ളൊരു സമയത്ത് നമ്മൾ പുറത്ത് വെച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം വായിക്കാനോ അല്ലെങ്കിൽ കാണാനോ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം കാണാനും പറ്റും. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേക്ക് അത് 3D ടച്ച് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫോഴ്സ് ടച്ച് എന്നാണ് ആപ്പിൾ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആപ്പിൾ ഇപ്പോൾ അവസാനം ഇറക്കിയ പ്രൊഡക്ഷനകത്ത് ഈ 3D ടച്ച് ഫീച്ചർ അല്ലെങ്കിൽ ഫോഴ്സ് ടച്ച് ഫീച്ചർ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ആപ്പിൾ വാച്ച് സീരീസ് 5 ആണ്. ഇനി ഈ ആപ്പിൾ വാച്ച് സീരീസ് 5 ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പേടി കാണും, ഇതിൻ്റെ ബാറ്ററി ലൈഫ് മോശമാണോ എന്ന്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി ലൈഫിന് ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും നല്ല രീതിയിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്, വർക്കൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശേഷം പോലും ഒരു ദിവസത്തെ ഉപയോഗത്തിന് ശേഷം ഒരു 30 to 40% ബാറ്ററി ബാക്കി കാണും. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. പക്ഷേ ഞാൻ എല്ലാ ദിവസവും രാത്രി തന്നെ വാച്ച് ചാർജ് ചെയ്യുന്ന ഒരു ശീലം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് ഒരു ദിവസം ബാറ്ററി കിട്ടുന്നതിനകത്ത് ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ വാച്ചിനകത്ത് ഒരു സ്പീക്കറും ഉണ്ട്, മൈക്രോഫോണും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ച് തന്നെ കോൾ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ടത്തെ ആപ്പിൾ വാച്ചിനകത്ത് അതൊരു പ്രശ്നമായിരുന്നു, കോൾ ക്വാളിറ്റി ഒക്കെ മോശമായിരുന്നു. പക്ഷേ ഇതിനകത്ത് നമുക്ക് ആ ലൗഡ് സ്പീക്കറിനകത്ത് കോൾ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ ഈ വാച്ചിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റിയും നല്ലത് തന്നെയാണ്. ഇനി അടുത്തത് ഈ വാച്ചിനകത്ത് ഉപയോഗിക്കുന്ന പ്രൊസസ്സർ ഏതാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആപ്പിളിൻ്റെ പുതിയ പ്രൊസസ്സറായ S5 ചിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും പെർഫെക്റ്റ് ആയ അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയ ഒരു ചിപ്പൊന്നുമല്ല. അപ്പോൾ നമുക്ക് ലാഗൊക്കെ ഇടയ്ക്ക് കാണാൻ പറ്റും, അതെനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വേറെയുള്ള ആപ്പിൾ വാച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെയുള്ള സ്മാർട്ട് വാച്ചസായിട്ട് നോക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്ന ഒരു സ്മാർട്ട് വാച്ചാണ് ഈ ആപ്പിൾ വാച്ച് സീരീസ് 5 എന്ന് പറയുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കും. ഇപ്പോൾ നമുക്ക് മെനുവിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കണമെങ്കിലോ, ഈ മെസ്സേജ് അയക്കാന്നൊക്കെ പറഞ്ഞാൽ ഈ ആപ്പിൾ വാച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതൊക്കെ ഒരു കുഴപ്പമില്ല തന്നെ ഇതിനകത്ത് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ട്രാക്കിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ബാൻഡ് എന്നൊക്കെ പറയുന്നത് പ്രോപ്പറായിട്ട് ഫിറ്റ്നസ് ട്രാക്കിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗകരം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് അതിന് വേണ്ടിയുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഈ പ്രൊസസ്സർ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫിറ്റ്നസിൻ്റെ കാര്യം നോക്കാം. ഫിറ്റ്നസിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഞാൻ മുമ്പേ പറഞ്ഞത് ഇതിനകത്ത് ഒരു ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 തരം ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. ഒന്ന് ഒപ്റ്റിക്കലും ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് ഇലക്ട്രിക്കലും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ 2 സെൻസറും വെച്ച് നമുക്ക് പലതരത്തിലുള്ള ഹാർട്ട് റേറ്റ് സെൻസിങ് ഉണ്ട്. നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസിങ് എന്ന് വെച്ചാൽ ഈ ഒപ്റ്റിക്കൽ സെൻസർ വെച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള സെൻസിങ് ആണ്. നമ്മുടെ ഹാർട്ട് റേറ്റ് എത്രയാണ്, അതിൽ കൂടുതലാണോ കുറവാണോ, അപ്പോൾ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാണുന്നെങ്കിൽ അവരത് കാണിക്കും. അതും ആ മെഷർമെൻറ്റ്സിനകത്തൊന്നും വലിയ എററുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഈ ഇലക്ട്രിക്കൽ സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആപ്പിൾ വാച്ച് വെച്ച് ECG മെഷർ ചെയ്യാൻ പറ്റും. അതും ഈ ECG മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ECG ആപ്പ് ഉണ്ട്. അതും ഇന്ത്യയിൽ ഈ ECG ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ECG മെഷർമെൻറ്റ്സ് ഇത് എടുക്കുന്നുണ്ട്. ഈ ECG മെഷർമെൻറ്റ്സ് എത്ര കറക്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കണ്ടിട്ട് ഒരു പെർഫെക്ഷൻ ഉള്ളതെന്നൊക്കെ തോന്നുന്നത്. അതും ഞാൻ ചില ന്യൂസൊക്കെ വായിച്ചതിനകത്ത് ഇത് കറക്റ്റായിട്ട് തന്നെയാണ് മെഷർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അഡ്വാൻറ്റേജസ് ആണ് ഈ 2 സെൻസർ വെച്ച് കിട്ടുന്നത്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ ആപ്പിൾ വാച്ചിനകത്ത് തന്നെ ഒരു സൗണ്ട് മെഷർമെൻറ്റ് ഉണ്ട്. അപ്പോൾ സൗണ്ട് ഒരുപാട് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ മൈക്രോഫോൺ വെച്ച് അത് മെഷർ ചെയ്തിട്ട് നമുക്ക് അലേർട്ട് തരും, ഇത് സൗണ്ട് കൂടുതലാണെന്നുള്ളത് തരും. അപ്പോൾ അതൊരു നല്ല ഫീച്ചറാണ്. പിന്നെ വർക്കൗട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിനകത്തുള്ള വർക്കൗട്ട് ആപ്പ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വർക്കൗട്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു വർക്കൗട്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് അതർ എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കാലറി മെഷർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റാണ്. പിന്നെ ഇതിനകത്ത് ഫോൾ ഡിറ്റക്ഷൻ എന്നൊരു ഫീച്ചർ ഉണ്ട്. അത് ആപ്പിൾ വാച്ച് സീരീസ് 4 സീരീസ് 5 ഉള്ളത്. ഈ ഫോൾ ഡിറ്റക്ഷൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറിഞ്ഞു വീണ് കഴിഞ്ഞിട്ട് നമുക്ക് എണീക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ എമർജൻസി കോൺടാക്റ്റിലേക്ക് ഒരു കോൾ പോകും. ഇതിനകത്ത് തന്നെ നമുക്ക് കള്ളത്തിനൊന്നും കാണിക്കാൻ പറ്റത്തില്ല. പ്രോപ്പറായിട്ട് വീണിട്ട് നമുക്ക് എണീക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ പോകൂ. ഇത് ഏറ്റവും കറക്റ്റായിട്ട് വർക്ക് ആവുന്ന ഒരു ഫീച്ചറും കൂടിയാണ്. ഇപ്പോൾ ഈ ആപ്പിൾ വാച്ചിനകത്ത് ഫിറ്റ്നസ് സൈഡ് നോക്കാൻ നേരത്തെ ആപ്പിൾ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്മാർട്ട് വാച്ച് ആകുമ്പോൾ ഇത് ബേസിക്കലി ഒരു ഫിറ്റ്നസ് ട്രാക്കർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിറ്റ്നസ് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഒരു സ്മാർട്ട് വാച്ച്. അതിനകത്ത് ഏറ്റവും മികച്ച് നിൽക്കുന്നത് തന്നെയാണ് ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ ആപ്പിൾ വാച്ച് സീരീസ് 5 വരുന്നൊരു പ്രത്യേകതയാണ് ഇതിനകത്ത് കോമ്പസ് ഉണ്ട്. അപ്പോൾ കോമ്പസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു കോമ്പസ് ആപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് നോർത്ത് എവിടെയാണ് ഡയറക്ഷൻ കറക്റ്റായിട്ട് കാണിക്കും. പക്ഷേ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന വാച്ച് ബാൻഡ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ബാൻഡ് ആണെങ്കിൽ കോമ്പസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. പക്ഷേ ഒരു സിലിക്കണോ അല്ലെങ്കിൽ ഒരു നൈലോൺ ബാൻഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല തന്നെ കോമ്പസ് വർക്ക് ആവുകയും ചെയ്യും. പിന്നെ ഈ ആപ്പിൾ വാച്ച് സീരീസ് 5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വിമ്മിംഗ് ചെയ്യുന്ന സമയത്ത് ഈ വാച്ച് കെട്ടാം, വാച്ച് ഊരി വയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ആപ്പിനകത്ത് സ്വിം എന്നൊരു ഓപ്ഷനും ഉണ്ട്. ഇനി അടുത്തായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് LTE ഓപ്ഷൻ വരുന്ന വാച്ച് ഉണ്ട്. അതായത് സിം ഉള്ള വാച്ച് ഉണ്ട്. പക്ഷേ അത് എടുക്കണമെങ്കിൽ പ്രൈസ് കൂടും. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം.
ഇനി ഇതിൻ്റെ സ്റ്റോറേജിനെ പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ സീരീസ് 5 വരുന്ന സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 32 GB ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിൾ മ്യൂസിക് ആപ്പ് വഴി നിങ്ങൾക്ക് പാട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തിടാം. എന്നിട്ട് നിങ്ങൾക്ക് ഫോൺ കൊണ്ടുപോകാതെ തന്നെ നിങ്ങളുടെ എയർപോഡ്സ് വഴി നമുക്ക് പാട്ട് കേൾക്കുകയും ചെയ്യാം. പിന്നെ അവസാനമായി ഇതിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ് ഇത് യൂസേജ് സൈഡിനകത്ത് വളരെ പെർഫെക്റ്റ് ആയ ഒരു വാച്ചാണ്. നമുക്ക് ഇഷ്ടപ്പെടും. കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് എന്ന് ഞാൻ പറയത്തില്ല, കാരണം പ്രശ്നങ്ങളുണ്ട്. ബാറ്ററിക്കകത്താണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ദിവസം തന്നെ ചാർജ് ചെയ്യേണ്ടത് ചിലപ്പോൾ എല്ലാവർക്കും ഒരു സൗകര്യകരമായ ഒരു കാര്യമായിരിക്കത്തില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം ഈ വാച്ച് ഓഫായി പോകും. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിയൊക്കെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലിയ 2 പ്രശ്നങ്ങളാണുള്ളത്. അതിനകത്ത് ഏറ്റവും ആദ്യം എന്ന് പറയേണ്ടത്, ഈ വാച്ച് എന്ന് പറയുന്നത് ഐഫോണിൽ മാത്രമേ വർക്കാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ഫോണുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ വാച്ചിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട. നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല, ഇത് വർക്ക് ആവത്തില്ല. ഐഫോൺസിൽ മാത്രമേ വർക്ക് ആവൂ, ഐപാഡിൽ പോലും വർക്ക് ആവത്തില്ല. അത് ഇങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ അവർ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ കാണും നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയറും വളരെ റെസ്ട്രിക്ഷൻ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് പുറത്തുനിന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസേഷൻ ചെയ്യുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നമുക്ക് ആപ്പിൽ എന്തുവാണോ തന്നിട്ടുള്ളത് അത് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതും ഇവിടുത്തെ വാച്ച് OS, അതായത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് വാച്ച് OS. അതെന്ന് പറയുന്നത് 6.2.6 ആണ് ഇപ്പോൾ ഈ വീഡിയോ ഇറക്കിയ സമയത്ത്. ഈ OSനകത്തും ആപ്പ് സ്റ്റോർ ഉണ്ട്. അത് നമുക്ക് അതിനകത്ത് അത്യാവശ്യമായ ആപ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഐഫോണിൽ വരുന്ന എല്ലാ ആപ്സും കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ ആപ്സും ഒന്നും ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവത്തില്ല, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല, കാരണം ഡിസ്പ്ലേ ചെറുതായതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ വാച്ച് ഫേസിൻ്റെ കാര്യം പറയാൻ നേരത്ത് നമുക്ക് തേർഡ് പാർട്ടി വാച്ച് ഫേസ് കിട്ടത്തില്ല. ആപ്പിൾ തന്നിരിക്കുന്ന വാച്ച് ഫേസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ അതിൽ തന്നെ ഒരുപാട് വാച്ച് ഫേസസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തേർഡ് പാർട്ടി വാച്ച് ഫേസ് ഇല്ലാത്തൊരു പ്രശ്നം തോന്നിയിട്ടില്ല. ഇനി രണ്ടാമത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. ഇതിൻ്റെ പ്രൈസിംഗ് നമ്മൾ ഇതുവരെ തൊട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ്, അതായത് 40mm, അതായത് ഏറ്റവും ചെറിയ വാച്ചിൻ്റെ ബേസ് വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 40,900 ഇന്ത്യൻ റുപ്പീസ് ആണ്. പിന്നെ നമുക്കത് സെല്ലുലർ വേർഷൻ വേണമെങ്കിൽ, അതായത് നമുക്ക് സിം ഇടാൻ പറ്റുന്ന വേർഷനാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസിംഗ് ആണ് 49,900 ഇന്ത്യൻ റുപ്പീസ് ആണ്. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ ഭയങ്കര പ്രൈസിംഗ് ആണ്. ഏതാണ്ട് ഒരു ഐഫോൺ SEയിലൊക്കെ പ്രൈസാണ് വരുന്നത്, അതായത് ഐഫോൺ SE സെക്കൻഡ് ജെൻ്റെ പ്രൈസിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എടുക്കുമ്പോൾ തന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നീഡ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് എടുക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. അത് നിങ്ങൾ വളരെ ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആയ ഒരാളാണ്, നിങ്ങൾക്ക് ഐഫോൺ ആണുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് വാച്ച് വേണമെങ്കിൽ ഈ ആപ്പിൾ വാച്ച് സീരീസ് 5 ആണ് ഇപ്പോഴും നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഐഫോൺ ഉണ്ട്, ആ ഐഫോണിനോട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല പ്രീമിയം ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു സ്മാർട്ട് വാച്ച് വേണം, അതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാണണം, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അപ്പോഴും ഈ വാച്ച് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത് ഐഫോണിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആക്സസറി പോലെ ആണെങ്കിൽ പോലും ഇതിന് ഇതിൻ്റെതായ കുറേ പ്രത്യേകതകളുണ്ട്. പക്ഷേ എന്നാലും നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാവൂ. ഇത് മസ്റ്റായിട്ട് എടുക്കേണ്ട ഒരു പ്രോഡക്റ്റ് ഒന്നും അല്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വെച്ച് ഉപയോഗം ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് വാച്ച് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ആപ്പിൾ വാച്ച് സീരീസ് 5 തന്നെയാണ്. അപ്പോൾ ഇത്ര ഉള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.